ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം സഭയുടെ പുളിമാവായി പ്രവർത്തിക്കണം. ഇത് തിരിച്ചറിഞ്ഞ് നവീകരണത്തെ ഹൃദയത്തിലേറ്റി സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ധാരാളം അൽമായരാൽ സമ്പുഷ്ടമാണ് കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. ഇതിൽ വളരെ പ്രധാനപ്പെട്ടയാളാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ ദീർഘകാലം KSTയുടെ വൈസ് ചെയർമാനായി സേവനം ചെയ്ത ആലപ്പുഴക്കാരനായ ഇടുക്കി തങ്കച്ചായൻ എന്നറിയപ്പെടുന്ന VV അഗസ്റ്റിൻ. തങ്കച്ചായൻ്റെ ജീവിതത്തിലെ ദൈവിക വഴിനടത്തലുകളും ദൈവാനുഭവങ്ങളും ഷാലോം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കപ്പെടുന്നു. മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവരാജ്യവയലിലെ തളരാത്ത വേലക്കാരുടെ കർമ്മവീഥികളെ മനസ്സിലാക്കിയുള്ള മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ സഞ്ചാരം തുടരുന്നു. ഇത് ഇടുക്കി തങ്കച്ചായൻ. കേരള കത്തോലിക്ക നവീകരണ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച വ്യക്തിത്വം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച നാൾ മുതൽ അനവരതം തളരാതെ സുവിശേഷ വയലിൽ വേല ചെയ്യുന്ന ജീവിതം. അനേകം ആത്മാക്കളെ ദൈവരാജ്യത്തിനായി കൂട്ടിച്ചേർത്ത് നൽകിയ വ്യക്തിത്വം. തികഞ്ഞ നവീകരണ ജീവിതശൈലിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അതുവഴി ആത്മായ പ്രേഷിതത്വത്തിന് മാതൃകയാകുകയും ചെയ്യുന്ന ജീവിതം. തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് തങ്കച്ചായൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലെ നേതൃതലങ്ങളിൽ പ്രവർത്തിച്ച ചെയർമാൻ അച്ഛന്മാരെ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പരിചയപ്പെടുന്ന മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് തങ്കച്ചായൻ്റെ ഒപ്പമാണ്. തങ്കച്ചായൻ കരിസ്മാറ്റിക് നവീകരണത്തിൽ വർഷങ്ങളോളം വൈസ് ചെയർമാൻ എന്ന വണ്ണം KSTയിൽ പ്രവർത്തിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ തങ്കച്ചായൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തങ്കച്ചായനെ ദൈവം നടത്തിയ വഴികളും കേൾക്കാൻ ഷാലോം പ്രേക്ഷകരായ ഞങ്ങൾക്കേറെ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ തങ്കച്ചായൻ, ആദ്യത്തെ എപ്പിസോഡിൽ തങ്കച്ചായൻ്റെ വ്യക്തിപരമായ ഈ നവീകരണത്തിലേക്കുള്ള കടന്നുവരവും, പിന്നെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ അതിലൂടെ ദൈവം തങ്കച്ചായനെ എങ്ങനെ വളർത്തി, എങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ വളരെ ആഴത്തിൽ സംസാരിച്ചു. തുടർന്നും കുറച്ചുകൂടി ആഴത്തിൽ തങ്കച്ചായൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാ ഷാലോം പ്രേക്ഷകരുടെ പേരിലും തങ്കച്ചായനെ സ്നേഹപൂർവ്വം മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ തങ്കച്ചായൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് കരിസ്മാറ്റിക് നവീകരണം സഭയിൽ എത്രത്തോളം ആഴത്തിൽ സഭയുടെ നവീകരണത്തിന് കാരണമാകണം എന്ന ചിന്തകൾ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വരുന്നത്, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ തങ്കച്ചായനൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തങ്കച്ചായൻ ആദ്യം ശ്രമിച്ചതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനാണ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് പിന്നീട് അതൊരു കുറച്ചുകൂടി വലിയ സംവിധാനം, സബ്സോൺ തലത്തിലും സോണൽ തലത്തിലും പിന്നെ ഓൾ കേരള തലത്തിലും ഒക്കെ ചില സംവിധാനങ്ങളുടെ ഭാഗമായി വളരാനാണ് തങ്കച്ചായൻ ശ്രമിച്ചത്. തുടർന്ന് തങ്കച്ചായൻ അത്തരം സംവിധാനങ്ങളിൽ നിന്നുകൊണ്ടാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ വളർന്നതും വളർത്തിയതും. എന്തുകൊണ്ടാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ ഈ സംവിധാനങ്ങളുടെ ഒരു പ്രസക്തി തങ്കച്ചായന് ബോധ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, 2ാം വത്തിക്കാൻ കൗൺസിലാണ് പ്രാമാണിക രേഖയാണ് എൻ്റെ ഒരു മാർഗ്ഗരേഖ. ഇതിനകത്തുള്ള നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ മാർഗ്ഗരേഖ അതായിരിക്കണം. 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയാണ്. അതിൽ പ്രത്യേകിച്ച് അൽമേയ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പറയുന്നിടത്തും തിരുസഭയെക്കുറിച്ച് പറയുന്നിടത്തും ഒക്കെ വളരെ വ്യക്തമായും പറയുന്നുണ്ട്, നവീകരണം സംഭവിക്കേണ്ട വ്യക്തികളെ സംഭവിക്കുന്ന നവീകരണം സമൂഹത്തിലേക്ക് എത്തണം. അപ്പോൾ അതിന് ഒരു ഇടവകയുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു പുളിമാവ് പോലെ അവിടെ പ്രവർത്തിച്ചാലേ ആ ഇടവകയിൽ നവീകരണം സംഭവിക്കത്തുള്ളൂ. കാരണം ഇത് സഭയുടെ നവീകരണത്തിന് വേണ്ടി ഉണ്ടായതാണ്. അതേസമയം തന്നെ ഞാൻ മറക്കുന്നില്ല, വത്തിക്കാൻ കൗൺസിൽ ദൈവജനം എന്ന ഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ദൈവജനം എന്ന് പറയുന്നത് കത്തോലിക്ക
ഇടവകയിലെ മാമോദിസ തൊട്ട് സ്നാനമേറ്റ വ്യക്തി മാത്രമല്ല, അക്രൈസ്തവരായ അകത്തോലിക്കരായ ക്രൈസ്തവരും അക്രൈസ്തവരായവരും ഒക്കെ ഉൾക്കൊള്ളും ദൈവജനത്തിൽ. ദൈവജനത്തിൽ. ഈ ദൈവജനത്തിലെ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഇടവക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബൗണ്ടറിക്കുള്ളിലുള്ള ജനങ്ങളാണ്. ആ ബൗണ്ടറിക്കുള്ളിൽ ഈ കൂട്ടരെല്ലാവരുമുണ്ട്. ഇവരെ എല്ലാവരെയും ഇവാഞ്ചലൈസ് ചെയ്യാൻ ഇടവകയിൽ ഉണ്ടാകേണ്ട ഒരു കോറാണ് വാസ്തവത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ്. അത് ദൈവരാജ്യത്തിലെ കടുക് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു പുളിമാവാണെന്ന്, ദൈവരാജ്യത്തിലെ ഉപ്പാണെന്ന് വേണേൽ പറയാം. അത് മാവിനെ എങ്ങനെ പുളിപ്പിക്കുന്നുവോ, അപ്പത്തെ എങ്ങനെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ രുചി പകർന്നുകൊണ്ട് എങ്ങനെ അത് പ്രൊജക്റ്റ് ചെയ്യാതെ വളരുന്നുവോ, ഇതുപോലെ വളരേണ്ട നവീകരണത്തിൻ്റെ പ്രധാന കാര്യങ്ങളായ അടിസ്ഥാന മാനസാന്തരവും വ്യക്തിപരമായ ദൈവാനുഭവവും വരദാനങ്ങളിൽ സമ്പുഷ്ടമായ ഒരു വളർച്ചയും പ്രാപിക്കാൻ ഏറ്റവും ആവശ്യമാണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി, പ്രാർത്ഥനാ സമൂഹം. കാരണം കരിസ്മാറ്റിക് അനുഭവം ആദ്യം ഉണ്ടായത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ്, ഡുക്കൈൻ സർവകലാശാലയിൽ. അവിടെ ആ 75 മെയ് മാസത്തിലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നാണ് ഇത് അഗ്നി പോലെ പടർന്ന് ലോകത്തെമ്പാടുമായത്. അത് തന്നെയാണ് കരിസ്മാറ്റിക്കിൻ്റെ തുടക്കവും. ഇപ്പം നമ്മൾ എന്തെല്ലാം മാറണമെന്ന് പറഞ്ഞാലും ഇടവകയിലെ സഭയുടെ നവീകരണത്തിലുള്ളതായതുകൊണ്ട് ഇടവകയെ വിട്ടൊരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കുക സാധ്യമല്ല. ഉണ്ടായാൽ തന്നെ അത് ശരിയാകുക സഭയ്ക്ക് നവീകരണത്തിന് ഉപകരിക്കത്തില്ല. അതുകൊണ്ടാണ് പാരിഷിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ഞാൻ ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം. അല്ല, അതുകൊണ്ടാണ് തങ്കച്ചായൻ ആദ്യം വന്ന് ഇടുക്കിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് പ്രാർത്ഥന ആ സമൂഹത്തിലാണ് ഇരുന്നു തങ്കച്ചായൻ്റെ ശ്രദ്ധ മുഴുവനും. അത് മാത്രമല്ല, എനിക്ക് പിന്നെ ധ്യാനം കൂടിയപ്പോൾ കിട്ടിയ ഒരു മെസ്സേജ് ഇതാണ്: എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തൻ്റെ സൈന്യത്തിൽ ചേർത്തയാളുടെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല. വരുന്ന ക്ലേശങ്ങളെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുക. 2 തിമോത്തി 2 മുതലുള്ള വാക്യം, 2-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഇത് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ വാക്യമാണ്. അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഇതിന് ഫോർമേഷൻ കൊടുക്കുന്ന ഒരു ടീം വേണം. അതിന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആവശ്യമാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ അറിഞ്ഞോ അറിയാതെ തന്നെ ഈ സംവിധാനങ്ങൾ ഇവിടെ ഞാനൊക്കെ നവീകരണത്തിൽ വരുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ട്. 78-7 മുതലൊക്കെ സംവിധാനങ്ങൾ ജെറോം പിതാവിലൂടെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇൻ്റർനാഷണൽ ലെവലിൽ 73-ലൊക്കെ തന്നെ വന്നു കഴിഞ്ഞു. ഈ 75 ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു കഴിഞ്ഞു. ഇത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നവീകരണം ആ ലെവലിൽ വളർത്തിയെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് പ്രാർത്ഥനാ ഗ്രൂപ്പ്. എൻ്റെ നവീകരണ ജീവിതം അങ്ങനെയാണ്. ആദ്യത്തെ 2 വർഷം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡർ, പിന്നത്തെ 2 വർഷം സബ് സോണൽ ലീഡർ, അതേസമയം തന്നെ KAC മെമ്പർ, അത് അടുത്ത് കഴിഞ്ഞപ്പോൾ സോണൽ സർവീസ് ടീം, അപ്പോഴേക്കും KAC മെമ്പർ. അങ്ങനെ വന്ന് ആദ്യത്തെ ഏതാണ്ട് ഒരു 81 മുതൽ 88 വരെ ഈ രീതിയിൽ ഇങ്ങനെ വളർന്നു വന്ന് 88 കഴിഞ്ഞപ്പോൾ ആദ്യത്തെ KST മെമ്പറാകുന്നു. പിന്നെ 96 മുതൽ ഇങ്ങോട്ട് KSTയിലൊക്കെ പ്രവർത്തിച്ച് വരുന്നു. ഇവിടെയൊക്കെ വരുമ്പോഴേ ഈ സംവിധാനങ്ങളുടെ ആവശ്യകത ഇപ്പോഴും ഇതിൻ്റെ റെലവൻസ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഏത് സ്ഥലത്ത് പോയി ശുശ്രൂഷ ചെയ്താലും ഒരു വിശ്വാസി തൻ്റെ ഇടവകയിലാണ് വളരേണ്ടത്. കത്തോലിക്ക സഭയുടെ സംവിധാനം അതാണ്. ഇടവക വിട്ടവന് വളരാൻ പറ്റില്ല. കാരണം ഇടവകയിൽ ജ്ഞാനസ്നാന തൊട്ടിലാണ് അവൻ മാമോദിസ സ്വീകരിക്കുന്നത്. അവൻ പരിശുദ്ധ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കുന്നവനാണ്. അവൻ്റെ കുമ്പസാരക്കൂടെ അവിടെ ആയിരിക്കണം. അവനെ അടക്കേണ്ടതും സിമിത്തേരി തന്നെ ആയിരിക്കണം. ഈ ഒരു ഘടന നമ്മൾ നഷ്ടപ്പെടുത്തി പോയാൽ സഭയിലെ 1975 പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞു, നമുക്ക് 1901 സംഭവിച്ച കരിസ്മാറ്റിക് പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റിന് സംഭവിച്ച വിപത്ത്, അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയ്ക്കും മെത്തഡിസ്റ്റ് സഭയ്ക്കും സംഭവിച്ച വിപത്ത് കത്തോലിക്ക സഭയ്ക്ക് വരാതിരിക്കണമെങ്കിൽ ഈ സഭ ഈ നവീകരണത്തെ മടിത്തട്ടിലെടുക്കണം. അതുകൊണ്ട് നമുക്ക് പാരിഷുകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് വേണം, സോണൽ മറ്റ് സംവിധാനങ്ങൾ വേണം, ഇക്രസ് വേണം, NST വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് ശിരസ വഹിച്ചെടുത്തിയത്. കാരണം സഭയുടെ നവീകരണത്തിൽ സമർപ്പിതനായ ഞാൻ മാപ്പാപ്പയുടെ സ്വരത്തിന് 1-ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംവിധാനം ഇത്ര മുറുകെ പിടിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം വന്ന പിതാക്കന്മാർ ഓരോരുത്തരും, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാണെങ്കിലും, അതിനുശേഷം നമുക്ക് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയാണെങ്കിലും, ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും ഞാനൊരു കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു കരിസ്മാറ്റിക് ആയതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ എന്നാലും ആ നവീകരണം സഭയിൽ വളരണമെങ്കിൽ ഇങ്ങനൊരു ഘടനയുടെ ആവശ്യകത നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ 24 സോണിലും സർവീസ് ടീമിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഓടും. പ്രാധാന്യം അവിടെ കൂടുതൽ കൊടുക്കുന്നത് ആവശ്യമാണ്. നേതൃത്വത്തെ നിലനിർത്താനും അവരെ വത്തിക്കാൻ കൗൺസിൽ എന്താണെന്നും അതിനുശേഷം പിതാക്കന്മാരെ പഠിപ്പിച്ച ഡോക്യുമെൻറ്റ്സ് എന്താണെന്നും പഠിപ്പിക്കാൻ. അതിന് കാരണം ഇതാണ്: ഒരാൾ ആത്മാവിൽ വളർന്ന് കരിസ്മാറ്റിക് ആകണമെങ്കിൽ ജ്ഞാനവും ഭക്തിയും കർമ്മവും ഒരുപോലെ വളർന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു മലകയറ്റം പോലെയാണ് ഇത് 3 പോയിന്റിൽ നിന്ന്. ഇത് മേലോട്ട് കയറും തോറും വിധമുള്ള അകലം കുറയണം. ആളുകൾ ഭക്തിയിലും ജ്ഞാനത്തിലും കർമ്മത്തിലും, അങ്ങനെ ഭക്തിയും ജ്ഞാനവും കർമ്മവും ഒന്നാകുമ്പോഴേ ശരിയായ ലീഡർഷിപ്പ് സഭയിലുണ്ടാകും. അതുകൊണ്ട് ഈ ബോധ്യമുള്ളത് കൊണ്ടും സ്വയം അങ്ങനെ ശിക്ഷണം കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോഴും വായിക്കാനും
പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് ഓടുന്ന ഒരാളാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നതിനെക്കുറിച്ച്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു മനുഷ്യരും അങ്ങനെ ആകണമെന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ഓടിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇനി ഇത് പറയുമ്പോൾ വേറെ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി വരുന്നത്, തങ്കച്ചാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ റോൾ. 2 വാക്കുകൾ പ്രത്യേകം പറഞ്ഞു. ഒന്ന്, അത് ആഹാര പദാർത്ഥത്തിന് ഉപ്പ് എപ്രകാരം രുചി പകരുന്നു അതുപോലെയും, പിന്നെ പുളിമാവ് എങ്ങനെ മാവിനെ പുളിപ്പിക്കുന്നു. ഈ 2 കാര്യങ്ങൾ തങ്കച്ചായൻ പറഞ്ഞു. ശരിക്കും അതുകൊണ്ടാണോ തങ്കച്ചായൻ നവീകരണത്തിൽ പ്രവർത്തിച്ച ഇത്രയും കാലഘട്ടം കരിസ്മാറ്റിക് നവീകരണത്തിൽ എത്രത്തോളം ഓടി നടക്കുന്നുവോ അതുപോലെ തന്നെ രൂപതയിലും അതുപോലെ തന്നെ സഭയുടെ മറ്റ് ഔദ്യോഗിക തലങ്ങളിലും എല്ലാം സംഘടനകൾ, കുടുംബ യൂണിറ്റുകൾ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് ഓടി നടക്കുന്ന ഒരാളായിട്ടും കൂടിയാണ് തങ്കച്ചാനെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തോടൊപ്പം തന്നെ ഇതിനും കൂടി തുല്യ പ്രാധാന്യം കൊടുക്കുന്നത്? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് പ്രസംഗിക്കൽ മാത്രമല്ല, ഞാൻ പ്രസംഗിക്കുന്നത് എന്തോ അത് ഞാൻ വിശ്വസിക്കണം. മനസ്സിലായി? വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് ഞാൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഞാൻ അതിൽ ജീവിക്കണം. ഇതിന് കത്തോലിക്ക സഭയിൽ സംവിധാനങ്ങളുള്ളത് ഇടവക സംവിധാനങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അപ്പോൾ ഞാൻ എവിടെയെല്ലാം പോയി പ്രസംഗിച്ചാലും ശരി, ആ പ്രസംഗിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ എൻ്റെ തൊട്ട അയൽവാസികളായ കുടുംബ യൂണിറ്റ് ഞാൻ പോകണം. അപ്പോൾ അവർ പറയും എന്നെക്കുറിച്ച് യഥാർത്ഥം. എന്നെ മറ്റുള്ളവരൊക്കെ തങ്കച്ചായനെന്നോ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും, എടാ തങ്കച്ചാൻ നീ ആ ചെയ്തത് ശരിയായില്ലെന്ന് പറയാൻ എൻ്റെ അയൽവാസിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് എൻ്റെ സെൽഫ് എന്താണെന്നും എൻ്റെ ഉള്ളെന്താണെന്നും എന്നെ ഏറെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ ഇടവകയിലെ പ്രസിദ്ധന്തിയാണ്. ആ പ്രസിദ്ധന്തി ആയിരിക്കുന്നവൻ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മുതൽ 47 വീടുകളിൽ സന്ദർശിച്ചു. എൻ്റെ കുടുംബ യൂണിറ്റിലുള്ള 42 വീടുകളിൽ ഞാൻ പോയിട്ടാണ് ഗുണാൻ വരുന്നത്. ഇത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇടവകയുടെ സംവിധാനങ്ങളിലെ അതിന് പ്രധാന കാരണം ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം ഇല്ലാത്തതിന് ദുഃഖമുണ്ട് എനിക്ക്. വിൻസെൻ്റ് പോൾ സൊസൈറ്റി പറയാൻ വന്നതാ. ഒപ്പം സെയിൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ രൂപത വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയിലെ 10 വിൻസെൻ്റ് പോളിൻ്റെ കോൺഫറൻസുകളുണ്ടായിരുന്നു. അതിൻ്റെ ഏരിയ കൗൺസിൽ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ 6 വർഷക്കാലം ഞാനാണ് നയിച്ചത്. ഇതിൻ്റെയൊക്കെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു ഉപ്പാകുക പുളിമാവ് ആകുക എന്നൊക്കെ പറയുന്നതിനുള്ള ഇതൊക്കെ സഭയിലെ ഇടവക എന്ന് പറയുന്ന സഭയുടെ പൂർണ്ണരൂപമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ഞരമ്പിൻ്റെ റോളാണ് ഈ ഭക്തസംഘടനകൾക്കും കുടുംബങ്ങളിലുമൊക്കെ ഉള്ളത്. ആ ഞരമ്പിൽ ജീവൻ പകരാൻ തക്കവിധം കൃപ ലഭിച്ച തങ്കച്ചനായ ഇടവക ഉണ്ടായിരിക്കെ അത് അനാഥമായി കിടന്നാൽ ദൈവതിരുസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടവകയിൽ ഇത്രമാത്രം റൂട്ടായിട്ട് വളരുന്നത്. രണ്ടാമത്തെ കാര്യം, KST മീറ്റിംഗ് എമ്മാവൂസ് നടക്കുമ്പോഴും രാത്രി 11 മണിയായാൽ ഞാൻ ബസ് കയറാൻ പോകുമ്പോൾ എന്നെ കളിയാക്കാറുണ്ട് ചിലർക്ക്. ഈ പാതിരേക്ക് എന്തിനാണ് പോകുന്നത്, ഏകസ്ഥനല്ലേ, ഇവിടെ അങ്ങനെ കിടന്നിട്ട് രാവിലെ പോയാൽ പോരെ. ശനിയാഴ്ച ദിവസമാണ് ഞാൻ പോകും. കാരണം രാവിലെ 5:30 കുർബാനയ്ക്ക് ചിലപ്പോൾ കുർബാനയ്ക്ക് കൂടാൻ ഓൾട്ടർ ബോയ്സ് ഇല്ലെങ്കിൽ എനിക്ക് കയറി ആ ആൾത്താരയിൽ നിന്ന് കുർബാനയ്ക്ക് കൂടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇടവക ജനത്തെ മുഴുവൻ നോക്കും. കർത്താവേ, കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സഭയെ നവീകരിക്കാൻ തന്നിരിക്കുന്ന എനിക്ക് എൻ്റെ സംലഭ്യതയില്ലായ്മയും എന്നെ ഇവർക്ക് ലഭ്യമാക്കാൻ പറ്റാത്തവനാണെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഇവരെ നോക്കാനെങ്കിലും എനിക്കൊരു കൃപ തരുന്നതിന് എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു പരിപാടിയാണ്. ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഓൾട്ടർ ബോയ് ആണ്. ഇപ്പോഴും ഞാൻ ഓൾട്ടർ ബോയ് ഇടയ്ക്കിടെ ആളില്ലാത്തപ്പോൾ എനിക്കിഷ്ടമാണ്. ഞാൻ അവിടെ പനിക്കും. ഞാൻ പറയുന്നത് അതിൻ്റെ കാരണം ഞാനൊരു കരിസ്മാറ്റിക് ആയിരിക്കുന്നതുകൊണ്ടാണ്. രൂപതയിലെ എനിക്ക് പറയാൻ പറ്റും, ഏതാണ്ട് വർഷങ്ങളായി, ഒരു 3-4 വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകയിലെയും കുടുംബ യൂണിറ്റുകളിൽ വചനം വായിച്ച് അതിനൊരു വിശദീകരണം കൊടുക്കും. അവർക്ക് അതിനെ സഹായിക്കാൻ ഒരു മാർഗ്ഗരേഖ പോലെ ആ വിശദീകരണം, അതിനൊരു നക്ഷൽ വിശദീകരണം അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. പക്ഷെ ഞാനവിടെ പേരൊന്നും എഴുതത്തില്ല. അവർ വിചാരിക്കുന്ന രൂപതയിലെ ഡയറക്ടർ അച്ഛനോ വല്ല അച്ഛന്മാരൊക്കെ നോക്കും, രൂപത എന്നുള്ള മറ്റു വൈദികരൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയെങ്കിലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാ ഇടവകളിലും അത് വായിക്കുന്നു എന്ന് പറയുന്നത്, അവർ വചനം പങ്കുവെച്ച് ആ ഭാഗം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത്, ഞാനൊരു KST വൈസ് ചെയർമാനായിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഉള്ളിൽ ആനന്ദം തരുന്ന ഒരു സംഭവമാണ്. ഞാനൊരു കരിസ്മാറ്റിക് ആയിരിക്കുന്നതിൻ്റെ ഒരു ആനന്ദം തരുന്നൊരു സംഭവമാണത്. അവരെല്ലാവരും വായിക്കുവാറും വചനം അവിടെ എത്തിക്കാൻ സാധിക്കുന്നത് എനിക്ക്. ഒപ്പം തന്നെ ഇടവകയുടെ രൂപതയുടെ ഒരു ആനിമേറ്ററായിട്ട്, കുടുംബ യൂണിറ്റുകളുടെ ഒരു ആനിമേറ്ററാണ് ഞാൻ. ആനിമേറ്റർ എന്ന നിലയിൽ ആ മന്ത്രി നടക്കുന്ന മീറ്റിങ്ങിൽ പോകാനും അവരോട് അതുപോലെ രൂപതയുടെ എല്ലാ ഇടവകളിലും തന്നെ ഞാൻ സഭാദർശന സെമിനാറുകൾ മിക്ക പള്ളികളിലും ഞാൻ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കരിസ്മാറ്റിക്കായി ഞാൻ മാറുന്നത്. ഇതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ പുറത്ത് സുവിശേഷ പ്രസംഗം മാത്രം, എനിക്ക് കിട്ടുന്ന ഇത്രയും ഓപ്പർച്യൂണിറ്റി മറ്റ് പലർക്കും ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട് പ്രസംഗിക്കാൻ. ഉണ്ടെങ്കിലും ഞാൻ ഇതെല്ലാം ബാലൻസ് ചെയ്യാറുണ്ട്. ഇതുണ്ടെങ്കിൽ അതിന് പോകുന്ന വിഷയമേ ഇല്ല. കാരണം പ്രസംഗിച്ചാൽ മാത്രമേ ലോകം മാറത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രസംഗിക്കുന്നത് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നത് പഠിപ്പിക്കണമെങ്കിൽ യൂണിറ്റ് പോലുള്ള കൂട്ടായ്മകളുണ്ടാകണം. അതോടൊപ്പം തന്നെ അത് ജീവിക്കണമെങ്കിൽ ഈ സമൂഹത്തോട് മുട്ടിയൊരുമി നിൽക്കണം. മാർപ്പാപ്പ പറഞ്ഞില്ലേ, നമുക്ക് ഇടയൻ ആടിൻ്റെ മണം വേണമെന്ന്. അത് വൈദികരെ മാത്രം വിചാരിച്ച് പറഞ്ഞൊന്നുമല്ല. ഓരോ ക്രിസ്തുവിൻ്റെ ഇടയ വരം ലഭിച്ച വ്യക്തികൾക്ക്
ഇതുണ്ടാവണം. അവർ ആടുകളോടൊപ്പം നിൽക്കണം. അത് ഞാൻ ഹൈറേഞ്ചിലും ചെയ്തിട്ടുണ്ട്. ഹൈറേഞ്ചിലായിരുന്നപ്പോഴും നവീകരണത്തിലുള്ള ജനങ്ങൾക്ക് ഫോർമേഷൻ കൊടുത്തത് ഇടവകയുടെ മുഖ്യ ശ്രേണിയിൽ അവരെ എത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രൂപതയുടെ മുഖ്യ ശ്രേണിയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും രൂപതയുടെ മുഖ്യ ശ്രേണിയിലെത്തണം. കാരണം അവിടെ ചെന്ന് നമുക്ക് പുളിപ്പിക്കാൻ സാധിച്ചാൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇത് ഞാൻ ഓർക്കുന്നു, കരിസ്മാറ്റിക്കാർ തന്നെയാണ് ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകയിൽ നിന്നും 50-ൽ കുറയാത്ത ക്രീമായ മനുഷ്യന്മാരെ, 50-ൽ കൂടാത്ത ക്രീമായ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടി രൂപത നടത്തി ഗ്രാൻഡ് കോൺഫറൻസ് 2 എണ്ണം ഞങ്ങളുടെ രൂപത നടക്കാനിടയായി. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു രൂപതയിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള അൽമേയർക്ക് ഒരുമിച്ച് കൂടാനും ഈശോയിൽ വളരാനും ഏറെ സഹായകമായ ഒരു സംഭവമാണ്. ഇതിലൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അന്നേരം വലിയ ഫ്രൂട്ട്സ് കണ്ടില്ലെങ്കിലും അത് ഗ്രാജുവലി മനുഷ്യരിൽ ഒത്തിരി ഫലം ഉളവാക്കുന്നത് ആണ്. ഇതുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജൂബിലിയോട് അടുക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റിനുവൽ വന്ന് ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത എങ്ങനെയോ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സഭയിലുണ്ടായിരിക്കുന്ന ഈ നവീകരണം ഒരിക്കലും ഒരു വ്യക്തിയാണ് സഭയെ നവീകരിക്കേണ്ടതെന്ന് ചിന്തിക്കരുത്. അതുപോലെ ഒരു ടീമാണ് സഭയെ നവീകരിക്കേണ്ടത്. മറിച്ച് സഭയെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ തന്നോട് ഉൾച്ചേർത്തത് കൊണ്ട് നാം സഭയ്ക്കുള്ളിലാണ് നാം വളർന്ന് വരേണ്ടത്. സഭയ്ക്കുള്ളിൽ നമ്മൾ വളർന്നു വരണം. അത് ഏത് ടീമായാലും എല്ലാവരും അങ്ങനെയായി വരുമ്പോഴേ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ നവീകരണത്തിലെ പല വിധത്തിൽ പ്രവർത്തിക്കുന്ന പല മിനിസ്ട്രികളുള്ള ധാരാളം കാര്യങ്ങൾ, ധാരാളം ഇനിഷ്യേറ്റീവ്സ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇനിഷ്യേറ്റീവ്സ് എല്ലാം തന്നെ സ്വരൂപിച്ചെടുത്ത് ഒരുമിച്ച് കൂട്ടി എല്ലാവരും ഒന്നു ചേർന്ന് നമ്മുടെ കേരള സഭയെ വരദാനങ്ങളുടെ സമൃദ്ധി നിറഞ്ഞിരിക്കുന്ന വ്യക്തികളെ ഒന്നിച്ചു കൂട്ടി അവരുടെ കൂട്ടായ്മകളും ആ കൂട്ടായ്മകളിലെ നാനത്വത്തിൽ ഏകാത്വം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ കാര്യസ്ഥമാണല്ലോ. അതിനെ പരിശോധിക്കാനും അതിനെ വളർത്താനും അതിനെ പഠിപ്പിക്കാനും ഒന്നിച്ച് പരിശ്രമിച്ചാൽ ജൂബിലി ഒരു മഹാസംഭവമായിരിക്കും. അത് തീർച്ചയായിട്ടും വത്തിക്കാൻ കൗൺസിലിന് അധിഷ്ഠിതമായി നവീകരണം സംഭവിച്ച ഒരു സഭയെന്ന് റോമിൽ നിന്ന് മാർപ്പാപ്പ പോലും വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. അതെ, ഇത് പറയുമ്പം പ്രത്യേകിച്ച് ഞാൻ ഈ ജൂബിലിയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ തങ്കച്ചാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ രീതിയിലുള്ള പുതിയ തുടക്കങ്ങൾ ധാരാളമുണ്ടായി. ധ്യാന കേന്ദ്രങ്ങളായി, അതുപോലെ വ്യക്തിപരമായ ശുശ്രൂഷകളായി, പിന്നെ അതുപോലെ ഈ ആതുര ശുശ്രൂഷ ആലയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ധാരാളം ശുശ്രൂഷകൾ കേരളത്തിലുണ്ടായി. ശരിക്കും ഇതിനെല്ലാം തങ്കച്ചാൻ നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തന്നെയാണ് കുറച്ചുകൂടി ഗൗരവത്തോടെ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ തന്നെയാണല്ലോ. ഇത് ചെയ്യുന്നവരും അതുപോലെ തന്നെ സഭയുടെ നേതൃത്വമാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇത് സഭയ്ക്ക് ആവശ്യമാണ് എന്ന് കണ്ട് ഒരു കൂട്ടായ ഒരു ശ്രമം കുറച്ചുകൂടി ആവശ്യമില്ലേ? തീർച്ചയായിട്ടും എന്നെ ഏറെ വേദനിപ്പിക്കുന്നൊരു സംഭവമാണിത്. ഇപ്പോൾ പറഞ്ഞ സംഭവം എൻ്റെ മനസാക്ഷിയിലേക്ക്, എൻ്റെ ഹൃദയത്തിൽ ചില ദിവസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടും വിഷമവും ഭാരവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, സാധാരണക്കാരായ മനുഷ്യരിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിതത്തിലെ ഭാരിച്ച കുടുംബഭാരങ്ങളും മക്കളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ, കുടുംബം വീട് വെക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒട്ടും കുറവല്ലാത്ത പ്രാധാന്യം കൊടുത്ത് സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി വചന പ്രഘോഷകരായും ആതുര ശുശ്രൂഷകരായും അതോടൊപ്പം തന്നെ എന്തോരം പേരാണ് മീഡിയ ലെവലിൽ പ്രവർത്തിക്കുന്നത്. ധാരാളം പേര് മീഡിയ ലെവലിലും അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ, 100 കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ ഈ മേഖലയിലേക്ക് അൽമേൻ്റെ ഉണർവ് വളരെ പ്രകടമായി കണ്ടിട്ടും ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് കൂട്ടിയിണക്കാൻ തീർച്ചയായിട്ടും KSTക്ക് ഇതിന് റോളുണ്ടെന്ന് നമുക്ക് പറഞ്ഞൊഴിവാൻ പറ്റത്തില്ല. KSTയേക്കാൾ ഉപരിയായി ഞാൻ പറയും ഈ കമ്മീഷൻ ശക്തമാണ്. KCBCയുടെ കരിസ്മാറ്റിക് കമ്മീഷൻ ഈ മക്കളെ എല്ലാവരെയും കൂട്ടിയിണക്കാൻ KCBC ലെവലൊരു തീരുമാനം ഉണ്ടാകണമേ എന്ന് ഞാൻ കണ്ണുനീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഉണ്ടാകേണ്ടത് ഈ ജൂബിലിയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരുപക്ഷെ KST എന്ന് പറയുന്ന സ്ട്രീം അത് ഒരു സ്ട്രീമായിട്ടാണ് ഇപ്പോൾ നവീകരണം വാസ്തവത്തിൽ നിൽക്കുന്നത്. KST തന്നെ അത് ചെയ്യാൻ പോയാൽ ചിലപ്പോഴെല്ലാം വിജയിച്ചെന്ന് വരണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഇത് സഭയുടെ മടിത്തട്ടിൽ വളരേണ്ട നവീകരണത്തെ സഭ മടിത്തട്ടിലെടുത്ത് ഇന്നലെ ധ്യാനം കൂടിയവന് ഇന്ന് കിട്ടിയ വരം ഉപയോഗിച്ചവൻ ആശുപത്രി സന്ദർശിച്ച് വചനോത്സവം കൊടുക്കുന്നവൻ തൊട്ട് പ്രസംഗിക്കാൻ പോകുന്നവൻ മുതൽ തൻ്റെ ജീവിതത്തിലെ സമ്പത്തും തനിക്കുള്ളതെല്ലാം മാറ്റിവെച്ച് കുടുംബസമേതം ഇവഞ്ചലൈസേഷൻ വേണ്ടി പ്രവർത്തിക്കുന്ന സെൻറ്ററുകൾ കേരളത്തിൽ ഒത്തിരിയുണ്ട്. അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. ഭാര്യ ഭക്ഷണം വേവിക്കുന്നു, ഭർത്താവ് പാക്ക് ചെയ്യുന്നു, മക്കൾ ചുമന്നുകൊണ്ടേ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന എല്ലാവരും ഈ കാരുണ്യ വർഷത്തിൽ, കരിസ്മാറ്റിക് നവീകരണത്തിലെ ജൂബിലി വർഷത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് സ്വരൂപിക്കാൻ ആർക്ക് കഴിയുമെന്നുള്ളതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല. KCBCക്ക് കഴിയേണ്ടതാണ്. KCBC അതിനൊരു പ്രചോദനം ഉണ്ടാകുക, KCBCയിൽ അങ്ങനെ ഒരു അജണ്ടയായി ഈ ജൂബിലിയെ കണ്ടിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുക. അങ്ങനെ അല്ല, തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കഴിഞ്ഞ കേരളത്തിലെ 40 കൊല്ലങ്ങളിലൂടെ
കേരളത്തിലെ സഭയിൽ കരിസ്മാറ്റിക് നവീകരണം വഴി സംഭവിച്ച നന്മകൾ ഓർക്കുമ്പോൾ ഇത് സംഭവിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ ഈ നവീകരണ ധ്യാന കേന്ദ്രങ്ങളിലും അതുപോലെ ഇടവകളിലും ഒക്കെ നടന്ന ധ്യാനങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ ശരിക്കും അതിനാൽ മാനസാന്തരപ്പെട്ട് വലിയ ബാറ് നിർത്തിയ ബാറുടമകൾ വരെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നന്മകൾ മനുഷ്യരിലേക്ക് കൊണ്ടുവന്ന നവീകരണം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേ അതൊന്നും അല്ലാതായി പോവാൻ സാധ്യതയുണ്ട്. അതായത് സാധ്യത ഉണ്ടാകുന്ന ഇങ്ങനെയാണ്, സഭയിൽ ആരംഭിച്ച നവീകരണത്തെ സഭ മടിത്തട്ടിലെടുക്കണം. അതിന് നമുക്ക് സഭയുടെ ഔദ്യോഗിക ഘടനയെ ഉത്തരവാദിത്വം ഉണ്ടെന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനല്ല, എങ്കിൽ തന്നെയും അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സഭയുടെ നവീകരണം എന്ന് പറയുമ്പോൾ ദൃശ്യസഭയെ മാറ്റി നിർത്തി ഒരിക്കലും ഒരു അദൃശ്യ സഭ വളരാൻ പറ്റില്ല. ശരീരത്തെ മാറ്റി നിർത്തി ആത്മാവിന് അസ്തിത്വമില്ലാത്തതുപോലെ തന്നെയാണ് വത്തിക്കാൻ കൗൺസിൽ പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ദൃശ്യസഭയിൽ നിന്ന് മാറി നിന്നൊരു നവീകരണം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യസഭയുടെ ഘടനകളായ ബിഷപ്സും അച്ഛന്മാരും അൽമേയ പ്രേക്ഷിതരും ഒത്തുചേർന്ന്, കുടുംബങ്ങളും ഒത്തുചേർന്ന് രൂപതാതലത്തിലും KCBC ലെവലിലും ഒരുപക്ഷെങ്കിൽ CBCI ലെവലിലുമൊക്കെ നവീകരണത്തെ വത്തിക്കാൻ കൗൺസിലിൻ്റെ ആധ്യാത്മികതയെ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ച, മറ്റൊന്നും ഇല്ലെന്നുള്ളതല്ല, ധാരാളം മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിനെ ആഗോള സഭയിൽ അഗ്നി പോലെ കത്തിപ്പിളർന്നത് കരിസ്മാറ്റിക് നവീകരണം വഴിയാണ്. അത് പൊലിയാതെ അതിനെ ജ്വലിപ്പിച്ച് അതിൻ്റെ നല്ല ഫലങ്ങൾ എല്ലാ വിശ്വാസികളിലും എത്തിക്കുവാൻ എല്ലാവരും കരിസ്മാറ്റിക് ആകണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ കരിസ്മാറ്റിക്കിൻ്റെ ചൈതന്യം എല്ലാവരിലും ഉണ്ടാകണം. അങ്ങനെ വന്ന് സഭ ഉണർന്നാൽ അതായിരിക്കണം ജൂബിലി കർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ബൊക്കെ. നമ്മൾ തങ്കച്ചായന് ഇപ്പോൾ തങ്കച്ചായൻ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ഈ ദൈവവചന കരിസ്മാറ്റിക് നവീകരണത്തെ ശുശ്രൂഷിക്കാൻ, നവീകരണത്തിന് ഫോർമേഷൻ കൊടുക്കാൻ പോയിട്ടുണ്ട്. ശരിക്കും ലോകത്തിൽ ഇന്ന് പല തലങ്ങളിലും ശക്തമായി, കേരളത്തിലെ പോലെ തന്നെ ശക്തമായി സ്വാധീനം ചെലുത്തുന്നില്ലേ പല സ്ഥലങ്ങളിലും? പിന്നെ തീർച്ചയായും ദുബായൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ദുബായ് അല്ല, UAE മുഴുവൻ, അതുപോലെ UK നമുക്ക് മറക്കാനൊക്കത്തില്ല. അമേരിക്കയിൽ വളരെയധികം പടർന്നു പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലായിടത്തുമുള്ള മലയാളികളാണ് ഇതിൽ മുൻപന്തി നിൽക്കുന്നതെന്നുള്ളൊരു വാസ്തവമാണ്. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ ഉണർവിൻ്റെ ചാലകശക്തിയാക്കി മാറ്റിയത് കർത്താവ് മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള സഭയ്ക്ക് ഇതിനകത്ത് ഭയങ്കരമായ റോളുണ്ട്. അതുകൊണ്ട് തന്നെ കേരള മണ്ണിൽ ഇനിയും ശക്തിപ്പെടുകയും അവിടെയുള്ളവർ ഉറ്റുനോക്കുന്നത് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മൾ പക്വതയാർന്ന കത്തോലിക്ക ഇവാഞ്ചലിസ്റ്റുകളായിട്ട് മാറണം. അവിടെയാണ് വചനപ്രഘോഷണത്തോടൊപ്പം കാരിസംസ്, പ്രത്യേകിച്ച് നമുക്കിവിടെ ഇപ്പോൾ വളരെയധികം കാരിസമുള്ള മനുഷ്യരുണ്ട്. ആ കാരിസംസൊക്കെ സ്വരൂപിച്ചെടുത്ത സഭ ഇതാണെന്ന് ആളുകൾ കാണിച്ചു കൊടുക്കണം. സഭയുടെ സൗന്ദര്യം ലോകം ആസ്വദിക്കണം. ഈ നവീകരണത്തിൻ്റെ പരിമളം സഭ വഴി എല്ലാ വ്യക്തികളിലേക്കും മാറണം. ഞാൻ പറയുന്നത് ഇറന്നും കൊണ്ടല്ല, ഞാൻ സാധാരണഗതി കത്തോലിക്ക കമ്മ്യൂണിറ്റി മാത്രമല്ല പ്രസംഗിക്കാൻ പോകുന്നത്, കത്തോലിക്ക ഇതര ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോകുന്നു. എന്തുകൊണ്ടാണ്? വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്യുന്ന ദൈവജനവധ അവരും അതിനകത്ത് ഉൾപ്പെടുന്നു. അവർക്ക് നമ്മുടെ ഔദാശികപരമായിട്ട് നമ്മളോട് യോജിക്കാൻ പറ്റാത്തവർ പോലും ഇതിനകത്ത് ഉൾപ്പെടുന്നു. പക്ഷേ പുളിപ്പിക്കാൻ ചെന്നവൻ പുളിച്ചു പോകാത്ത രീതിയിലുള്ള പക്വതയാർന്ന വ്യക്തികൾ സഭയ്ക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് പലപ്പോഴും പല പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളായിട്ട് ഒന്നിച്ച് ചേർന്ന് ഹൈറേഞ്ചിലായിരുന്നപ്പോൾ ട്രൈബൽ മിഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ നല്ല തനിമയെ കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിച്ചത് വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങളാണ്. അങ്ങനെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇതര മതസ്ഥരേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും. അവിടെയൊക്കെ മതാന്തര സംവാദങ്ങളും ഈ മറ്റ് ഇതര കത്തോലിക്കലുമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദങ്ങളുമൊക്കെ നടക്കേണ്ട പ്രായം കഴിഞ്ഞു കേരള സഭയ്ക്ക്. കേരള സഭയിൽ ആരംഭിച്ച നവീകരണം അത് അവിടം വരെ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരിക്കലും ഒരു തുരുത്തിലോ കുറച്ച് പേരുടേതോ ആണെന്ന് കരുതി അവർ മാത്രം ഉൾക്കൊള്ളുന്നതാകരുത്. KST മാത്രമാണെന്നോ ധ്യാന മന്ദിരങ്ങൾ മാത്രമാണെന്നോ ചിന്തിക്കാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ലക്ഷ്യത്തിൽ ഒന്ന് ഉണർന്നാൽ സഭ ഒരു ഭയങ്കര സഭയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്തരത്തിലൊരു സഭയായി തീരാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഞാൻ എപ്പോഴും അൽമേയരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യണം, ജോലി ചെയ്തുകൊണ്ട് വേണം നമ്മളവിടെ ഇവാഞ്ചലിസ്റ്റുകൾ ആവാൻ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചിലർക്ക് പ്രത്യേകപരമായ വരം കിട്ടിയാൽ അവൻ ജോലി ഉപേക്ഷിച്ച് തന്നെ ഇതിന് പോകണം. ഭാര്യ അനുവദിച്ചെങ്കിൽ ജോലിയുള്ള ഭാര്യ പറയുകയാണ്, എൻ്റെ വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ ചേട്ടൻ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ ഉഭയസമ്മതത്തോടെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. മറിച്ചാണെങ്കിൽ അൽമേൻ്റെ പ്രേക്ഷിതത്വം എല്ലായിടത്തും എത്തണമെങ്കിൽ ഞാൻ പറയും, നമ്മൾ എല്ലാ രംഗങ്ങളിലും സുവിശേഷം കൊണ്ട് മാത്രം ജീവിക്കുന്നൊരവസ്ഥയാകാതെ സ്വന്തമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന എല്ലാ സ്ഥലങ്ങളും
എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ വരെ ആഗ്രഹിച്ച പാർട്ടിയാണ്. ഇനിയിപ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, തന്നെ വല്ല സാഹചര്യങ്ങളും ഇല്ല. എന്നാൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷന് ഞാൻ തീരുമാനിച്ചായിരുന്നു, അന്ന് അവിടെ അത് സംവരണ സീറ്റായി പോയത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വാർഡിൽ തെരഞ്ഞെടുപ്പിന് പോലെ നിന്നേനം. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന അതാണ്, അവിടെയൊക്കെ നമ്മൾ കർത്താവിൻ്റെ പരിമളമായി മാറണം. ഒപ്പം സർക്കാർ ഓഫീസിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, അക്രൈസ്തവ സഹോദരന്മാരോട് നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ്. സഭ ആധുനിക യുഗത്തിലെന്ന പ്രാമാണിക രേഖയിൽ പറയുന്നതൊക്കെ ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. നമ്മളിപ്പോഴും പലപ്പോഴും പല പ്രഘോഷണങ്ങളിലും വരുന്നത് മറ്റു പല സഭാവിഭാഗങ്ങളും പറയുന്ന കാര്യങ്ങൾ എടുത്തു പിടിക്കുക. കത്തോലിക്ക സഭയുടെ നിലപാടതല്ല. തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു റെലവൻസ്, ഈ കാലഘട്ടത്തിലെ പ്രസക്തി ഈ തങ്കച്ചാൻ ഈ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യത്തിൽ തന്നെയാണ്. വളരെ പക്വതയോടെ സഭയുടെ ആ ദർശനങ്ങൾ ഉൾക്കൊണ്ട് കരിസ്മാറ്റിക് നവീകരണം വളർന്ന് എങ്കിൽ മാത്രമേ ഇതിന് നേരത്തെ തങ്കച്ചാൻ ഉപയോഗിച്ച ആ പുളിമാവെന്നുള്ള പദത്തിലേക്കൊക്കെ നവീകരണത്തിന് വളരാൻ പറ്റൂ. തീർച്ചയായിട്ടും ഈ ജൂബിലി വർഷത്തിൽ നവീകരണം ഏറെ വളരേണ്ടതുണ്ട്, നവീകരണത്തെ ഏറെ വളർത്തേണ്ടതുണ്ട്, നവീകരണ സഭയുടെ മടിത്തട്ടിൽ ആകേണ്ടതുമുണ്ട്, അങ്ങനെ മടിത്തട്ടിൽ സ്നേഹിക്കപ്പെടേണ്ടതുമുണ്ട്. തങ്കച്ചാൻ്റെ ഈ വലിയ ദർശനത്തിനും ഇതിനു വേണ്ടിയുള്ള ആഗ്രഹത്തിനുമൊക്കെ നമുക്കൊരുമിച്ച് കർത്താവ് ഇത് നവീകരണത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി കഴിഞ്ഞ 3 എപ്പിസോഡുകളിലൂടെ വളരെയധികം ഹൃദയത്തെ തൊട്ടുണർത്തുന്ന വണ്ണം പങ്കുവച്ച ഈ അനുഭവങ്ങൾക്ക് എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും തങ്കച്ചായന് ഏറെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നവീകരണ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രാർത്ഥനകളായി ഈ ശുശ്രൂഷകന് നൽകുന്നു. കേരള നവീകരണ സമൂഹത്തിൽ ഒന്നുമില്ലായ്മയുടെ കാലങ്ങളിൽ പൊള്ളുന്ന വെയിലേറ്റ് നടന്ന വഴികളിൽ ഇന്ന് തളിർത്തു നിൽക്കുന്ന തണലിൽ ഈ സമർപ്പിതന്റെ ത്യാഗമുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. ഇത്തരം ആത്മായ ശുശ്രൂഷകരെ തിരുസഭയ്ക്ക് നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ. പുത്തനാകാശങ്ങൾ തേടി യാത്രയാകുന്ന നവീകരണ സമൂഹം ഇത്തരം ജീവിതങ്ങളെ മാതൃകയാക്കട്ടെ. നന്ദി. തളരാതെ ഒരു സമൂഹത്തെ നയിച്ച എല്ലാ മോശയുടെ പിൻഗാമികൾക്കും നന്ദി.